ഈ ഭാഗത്തെത്തുമ്പോ ഇന്നും ഒച്ചും ബഹളൊക്കെ കേൾക്കണ. ഇന്നും ഒച്ചും ബഹളൊന്നും കേൾക്കാനില്ലല്ലോ. ഇപ്പൊ കേൾക്കാണ്ട് പോകുമ്പോ ഒരു സമാധാനമില്ല. എന്താ ഇവിടുന്ന് ഒരു സൗണ്ട് കേൾക്കാണ്ടല്ലോ. എന്താ ഒരു ഒച്ചും ബഹളൊക്കെ കേൾക്കും. കണ്ടൂട്ടാവോ? നീ കാണായിരുന്നു. അത് കല്ലൂട്ടല്ല, വെറുതെ മോഹിച്ചു. ഏതപ്പ ഈ കുട്ടി? ആരപ്പ ഇതിനെ തുറന്നിട്ടിക്കണേ? എങ്ങനെയാണാവോ ഈ കുട്ടി പോകുന്നത്? ആരെ കുട്ടിയാണാവോ? ഇപ്പത്തെ കാലാണെങ്കിൽ ഭയങ്കര മോശ. ആയ കുട്ടിയെ അല്ലേ, ഇങ്ങനെ ഇപ്പൊ കുട്ടീനെ ഒക്കത്ത് വെച്ചുകൊണ്ടുപോകുമ്പോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക വിചാരിക്കും. ആ വീട്ടിൽ ആക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ തന്നെ നാട്ടില് നല്ല പേരാ. കുട്ടിയെ ഇജ്ജ് ആരെ കുട്ടിയാ? ഞാൻ ആ വീട്ടിലാക്കി കൊടുക്കട്ടെ. എന്റെ വീട് എവിടെ? ഇങ്ങനെ റോട്ടിക്ക് ഒറ്റക്ക് വരെ ചെയ്തിട്ടാ. ഒറ്റക്ക് ഇങ്ങനെ വരെ ചെയ്തിട്ടാ വണ്ടികൾ വരും. കുട്ടിയെ, ഈ കുട്ടി ആ റോട്ടിൽ കൂടെ ഒറ്റക്ക് വരിക. ഇതിനെന്നാ ആക്കി കൊടുത്താ? പോയിക്കോ. ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളെ ആ ഗോപിയേട്ടൻ്റെ വീട്ടിലുണ്ട്, അവിടെ ഒന്ന് പോയോക്കാം. അല്ലേ, ഇവിടെ ആരും ഇല്ലേ? ഒന്നും കാണാനില്ലല്ലോ. അല്ല, ഈ കാക്കാക്ക് വേറെ ഒരു പണിയില്ല. ഇന്നിപ്പോ എന്താ ഉന്നം വെക്കണാണാവോ? ആരും കാണാനൊന്നുമില്ല. മറക്ക 2-3 എടുക്കാം. ഹലോ ഹലോ ഹലോ, എന്താ അടക്കവാര? നിങ്ങൾ ആരാ? എന്താ? അത് കുട്ടിയേ, അടക്കൊക്കെ ഉണക്കം കുറവാ. ഇക്ക അടക്ക കച്ചവടാണേ. ഈ അടക്ക കണ്ട ഒന്ന് പിടിച്ചോക്കണക്ക്. ശരി, ഞാൻ വിചാരിച്ചത് ആരാ അടക്ക വാരി കൊണ്ടുപോകാ. അതാണ്. എന്നാ ശരി, എന്നാ പോയിക്കോളിട്ടാ. ശരി. എന്നോടാ കളി. ഒരു 2 എണ്ണം കൂടി ഇരിക്കാം, എന്നാലേ ഒരു സമാധാനം കിട്ടും. അല്ലേ, ചക്കൊക്കെ ഉണ്ടായിണ്ടല്ലോ. അതെല്ലാം തരാണ്. അല്ലേ, ഇന്ന് അടക്ക കിട്ടി. ഇത് നാളെ ആയിക്കോട്ടെ. സത്താറിനെ പണിക്ക് വിളിച്ചാൽ വന്നിട്ടില്ലോ. ആവശ്യത്തിന് പണിക്കാരെ വിളിച്ചാൽ കിട്ടൂ. എന്തൊരു കാര്യങ്ങളതൊക്കെ. അല്ലേ, ഇവിടെ ഒന്ന് പോയോക്കട്ടെ എന്താ അവസ്ഥ. ഇതിവിടെ ഇരിക്കട്ടെ, പോകുമ്പോ എടുക്കാം. ആരും കാണാൻ. അടക്കേ എന്താ കാട്ടണേ? അതോ, അല്ല മൂത്താരെ, ഇതെന്താ കൂട്ടിട്ടിക്കണേ? ഞാനതൊന്ന് പരത്തിട്ടതാ. അല്ല മൂത്താരെ, എന്താ പണിയൊക്കെ? നടക്കണ്ട്. മക്കളിലൊക്കെ വർത്താനം? കൊഴപ്പൊന്നുമില്ല, സുഖമായിട്ടിരിക്കണു. പൈസ ഒക്കെ അയക്കാറില്ലേ? എന്താ പൈസ? ഇതൊക്കെ അവരൊക്കെ പണിയാ. എന്താ പൈസ? അല്ലേ, ചായക്ക് എന്തേലും കായി? എന്ത് ചായക്കാശാടോ? വെച്ചോളൂ. പാവം. ഗോപിയേട്ടാ, കുറച്ച് പണിയുണ്ട് പറഞ്ഞായിരുന്നു ഇവിടെ. ഈ ചേട്ടൻ പഠിക്കു വരിക? അതൊക്കെ ഞാൻ തന്നെ ചെയ്തു. നീ പോയിക്കോ. ഗോപിയേട്ടാ, ഒരു പണിയുണ്ടായിരുന്നു ആ ശാന്തേച്ചിയുടെ അവിടെ. അതിപ്പോ കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് വരുന്നുള്ളൂ. തോന്നിയ നേരത്തെ ആൾക്കാർ പണിക്ക് വരിക. കൂലി കൊടുക്കുമ്പോഴോ യാതൊരു കുറവുമില്ല.